ഇന്നൊരു ചീരയും പരിപ്പും കൂടിയുള്ള ഒരു തോരനാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീര എടുത്തിട്ട് നന്നാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ്, ഇത് ഞാൻ ചുമന്ന പരിപ്പാണ് എടുത്തേക്കുന്നത്. ആ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ പരിപ്പൊന്ന് കഴുകിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി പരിപ്പ് വേവിക്കാനായിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പരിപ്പ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. കാര്യം ചീര കുറച്ചേ ഉള്ളൂ, വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ്. നമ്മൾ യാതൊരുവിധ വിഷങ്ങളോ ഒന്നും ചേർക്കാത്ത, മരുന്നൊന്നും ചേർക്കാത്ത ചീരയല്ലേ. അപ്പം കൂടുതലും അതിൽ കേടൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പ് കുറച്ച് വേവേയുള്ളൂ, അതാണ് ഞാൻ കുക്കറിൽ ഇടാത്തത്. ഈ ചുമന്ന പരിപ്പിന് അധികം വേവൊന്നുമില്ല, പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയതുമാണല്ലോ. പിന്നെ ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ഈ പരിപ്പൊന്ന് വേവട്ടെ. പരിപ്പ് വേവുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടില്ലെങ്കിലും കൈകൊണ്ടാണെങ്കിലും ഒന്ന് നല്ലവണ്ണം ഒന്ന് തിരുമിയെടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും. തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ഒരു 6-7 ചുള ചുവന്നുള്ളി. പിന്നെ പച്ചമുളകാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ മുളകായതുകൊണ്ട് അത്ര എടുത്തത്. അതല്ല എരിവിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും പച്ചമുളകും ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാ മിശ്രിതം ഒന്ന് ചൂടാവണം. തേങ്ങയുടെ ഒരു പച്ചമണം ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ചീരയില, ചീരയിലയും തേങ്ങയും കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം. ചീരയിലൊന്നും അധികം ഒന്നും വേവിക്കുകയൊന്നും ചെയ്യരുത്. വേവിക്കാതെ തിന്നുമ്പോഴാണ് അതിൻ്റെ ഗുണം ഉണ്ടാവുന്നുള്ളൂ. ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. വാടുമ്പോൾ ഇതിൻ്റെ അളവെല്ലാം കുറഞ്ഞു കിട്ടും. ഇപ്പോൾ 2 പേർക്ക് കഴിക്കാവുന്ന ആ ഒരു അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ചീരയിലെല്ലാം ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം. ചീരയിലെല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർക്കാം. പരിപ്പ് ഞാൻ ഉപ്പിടാതെയാണ് വേവിച്ചത്. വേണമെന്നുണ്ടെങ്കിൽ പരിപ്പിലും മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കട്ടെ. ഇപ്പം ഞാനത് ചേർത്തൊന്നുമില്ല. മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തായി പോകണോണ്ടാണ്. പക്ഷെ ചിലർക്ക് ആ ഒരു കുത്തൽ ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ പരിപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് പാത്രം അടച്ചു വെച്ച് ചെറിയൊരു തീയിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പാത്രം അടച്ചു വയ്ക്കാം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് എടുത്തു നോക്കാം.
ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പാത്രം തുറന്ന് നോക്കാം. നമ്മുടെ ചീരയിലയും പരിപ്പും കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും വെന്താൽ മതി. ചീരയുടെ കളറൊന്നും മാറരുത് കേട്ടോ. അധികം നേരം ഒന്നും വേവിക്കരുത്, 2 മിനിറ്റ് കൂടുതലൊന്നും. ഇതിൻ്റെ മീതേക്ക് ഞാനൊരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചീരയും പരിപ്പും കറി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചീരയില എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.